വൈക്കം തേജസ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു. തേജസ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളും വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പും പാർവണേന്ദു ഹൗസിൽ നടന്നു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ വിനോദ് കുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്നൊരു സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ചും വിവിധ മതങ്ങളിൽ പെടുന്ന ആളുകൾ ഒന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന വലിയ സ്നേഹത്തിൻ്റെ അനുഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സമ്മേളനങ്ങളിലൊക്കെ ഞാൻ സംബന്ധിക്കാതെ കഴിഞ്ഞ കൊല്ലം എന്തോ എൻ്റെ അസൗകര്യങ്ങൾ കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. അസിസ്റ്റന്റ് അച്ഛനാണ് കഴിഞ്ഞ കൊല്ലം വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാവർക്കും ക്രിസ്മസിന് മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ക്രിസ്മസ് സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു തിരുനാളാണ്, ഉത്സവമാണ്. ലോകമെമ്പാടും ഈ ഉത്സവം ഘോഷിക്കുന്നുണ്ട്. എല്ലാ മതത്തിൽപ്പെടുന്നവർ തന്നെ ഇതിൽ പങ്കുചേരുന്നുമുണ്ട്. തേജസ് നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ശിവരാമകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഇതുപോലെ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കാൻ നിങ്ങൾ കാണിച്ച അതും ഈ ക്രിസ്മസിന്റെ തലേ ദിവസം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ നടക്കുന്നത് തന്നെ ക്രിസ്മസിന്റെ ഒരു സന്ദേശമാണ്. കാരണം ക്രിസ്മസ് ഒരു സ്നേഹത്തിന്റെ ഉത്സവമാണ്. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുദേവൻ മനുഷ്യനായി പിറന്ന ആ ദിവസത്തിന്റെ ഓർമ്മയാണ് ക്രിസ്മസ്. സ്വാഗത പ്രാസംഗിക ഇവിടെ പറഞ്ഞതുപോലെ അന്ന് മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അത്യുന്നതങ്ങളുടെ ദൈവത്തിന് നമ്മൾ എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതൊരു വചനമാണ്, ബൈബിളൊരു വചനമാണ്. വൈക്കം സെന്റ് ജോസഫ് ഫൊറോന ചർച്ച് വികാരി റവറന്റ് ഫാദർ ബർക്കമാൻസ് കോട്ടയ്ക്കൽ മുഖ്യ അതിഥിയായിരുന്നു. തേജസ് നഗർ റെസിഡൻസ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ നടത്തുന്ന മതസൗഹാർദ്ദ പ്രക്രിയകളെ അദ്ദേഹം പ്രശംസിക്കുകയും എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുകയും ചെയ്തു. സെന്റ് ജോസഫ് ചർച്ച് ഫോറം ചെയർമാൻ മാത്യു കൂടലിൽ, വൈസ് പ്രസിഡന്റ് സിറിയക് ജോണി, ശ്രീമതി സുഭാഷിണി ഷൈൻ, ബിജു പാലത്ത്, സുനിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് നടന്ന കുട്ടികളുടെ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. വി വിഷൻ ന്യൂസ്, വൈക്കം.